എന്തുകൊണ്ടാണ് വെളുപ്പിന് എല്ലാ കാലത്തും വെൻ ഇറ്റ് കംസ് ടു സ്കിൻ കളർ വെളുപ്പിന് എല്ലാ കാലത്തും ഒരുപാട് ഫാൻസ് ഉള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള നമ്മുടെ നാട്ടിൽ വളർന്ന സാധാരണ ഭൂരിഭാഗം പേരും അവരോട് ചോദിച്ചു കഴിയുമ്പം പിള്ളേർക്ക് ഇച്ചിരി കളറ് കിട്ടണം, അതുകൊണ്ട് വെളുത്ത പാർട്ട്ണറെ വേണം കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൾത്തോ നമ്മൾ ഇത് വളരെ റോങ് ആണ്, കളർ മാത്രമല്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് ഇതിൽ ഒബ്സസ്ഡ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വൈറ്റ് സ്കിൻ കളറിന് കിട്ടുന്ന റെസ്പെക്റ്റും മറ്റേ ഡാർക്കർ സ്കിൻ ടോൺ ആകുമ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന എക്സ്ട്രാ ഹാർഡിൽസും കാരണമാണ്. ഒരു സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാതെ വരിക, സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വൈറ്റ് പേഴ്സൺ നമ്മുടെ എയർപോർട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സ്ത്രീക്ക് കിട്ടുന്ന ആ ഒരു അറ്റൻഷനുണ്ട്. ഒന്നും ചെയ്യാതെ ചിലപ്പോൾ ഒരാളെ കൊന്നിട്ട് വരുമായിരിക്കും, പക്ഷേ അവർക്കൊരു ഇമ്മീഡിയറ്റ് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മളുടെ മനസ്സിൽ ഒരു വെള്ളക്കാരി ഒരു വൈറ്റ് പേഴ്സണ് ആ കളറിന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ്, അതിനെയാണ് പലരും പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ വരുന്ന അവഗണനകൾ, കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ മനസ്സിലാക്കി വളർന്ന ഒരാൾ ഡെഫിനറ്റ്ലി അവർ സ്നേഹിക്കുന്ന അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാതെ പോകണം എന്നുള്ളതുകൊണ്ട് പലരും പിള്ളേരെ മഞ്ഞൾ തേപ്പിക്കുന്നു, പാൽപ്പാട തേപ്പിക്കുന്നു, പലതും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേനും റിലേറ്റീവ്സ്, ബന്ധുക്കൾ, ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൊച്ചിൻ്റെ കളറ്. അവർ 2-3 കമൻറ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ കുട്ടിയുടെ പേരൻസും ഇതിനെപ്പറ്റി ഇവൻ അധികം ബോധേഡ് അല്ലെങ്കിൽ പോലും ഇതിനെപ്പറ്റിയിട്ട് അവർക്കും ഒരു ചിന്ത വരിക, അയ്യോ കൊച്ചിൻ്റെ കളർ കുറവാണോ, കൊച്ചിൻ്റെ കളർ പോയോ, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കളർ ഇനി കൂടുമോ, ഇനി എന്നാ ചെയ്താലാണ് കൊച്ചിൻ്റെ കളർ വരുന്നത്. ഇതിനൊക്കെ ഒരു കാരണം നമ്മുടെ സൊസൈറ്റിയിൽ കാലാകാലങ്ങളായിട്ട് വൈറ്റ് സ്കിൻ കളറിന് കിട്ടുന്ന ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും അതിനോടുള്ളൊരു പ്രീതിയുമാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടുള്ള റീസൺ. ഇതിനൊരു മാറ്റം വന്നാൽ മാത്രമേ ബാക്കിയുള്ള ഇതിനെ തുടർന്നുള്ള മറ്റു പല കാര്യങ്ങളിലും ഒരു മാറ്റം വരത്തുള്ളൂ.